ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നോർമൽ കോർഡിനേറ്റ്സ് ആൻഡ് നോർമൽ മോഡ്സ്. അറിയാലോ, സ്മോൾ ഓസിലേഷനിലെ തേർഡ് ക്ലാസ് ആണിത് അല്ലേ. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? സ്മോൾ ഓസിലേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ. അതിൽ പൊട്ടൻഷ്യൽ എനർജി, അതേപോലെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. അതേപോലെ വൺ ബോഡി പ്രോബ്ലം, അതായത് വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ചിട്ടുള്ള നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തത് കപ്പിൾഡ് ഓസിലേറ്റർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് എന്തായിരുന്നു? കപ്പിൾഡ് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ രണ്ട് സൂപ്പർ പൊസിഷൻ ഓഫ്, അതായത് രണ്ട് വണ്ടി ഓസിലേറ്റർ ഉണ്ട്. അതായത് ഓരോരോ ഹാർമോണിക് ഓസിലേറ്ററിനെ സൂപ്പർ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ളത് എന്താണോ അതാണ് നമ്മളെ റിസൾട്ടിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ കോപ്പിയാണ് ഞാൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് പറയാം. നമ്മളെ ഫൈനൽ അവിടെ നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x1 ഈസ് ഈക്വൽ ടു a1 cos ω1 t പ്ലസ് 5 പ്ലസ് a2 cos ω2 t പ്ലസ് 5 അതേപോലെ x2 is equal to a1 cos ω1 t plus 5 plus a2 cos ω2 t plus 5 ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മൾ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സൂപ്പർ പൊസിഷനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഇക്വേഷനിൽ a2 is equal to നമ്മൾ a2 is equal to 0 എന്ന് കൊടുക്കുക. a2 is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ടേം പോകും അല്ലേ. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു a1 cos ω1 t പ്ലസ് 5 എന്നും അതേപോലെ x2 ഈസ് ഈക്വൽ ടു a1 cos ω1 t പ്ലസ് 5 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതേപോലെ അതിൽ നമ്മൾ a1 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? a2 cos ω2 t പ്ലസ് 5 ആൻഡ് x2 ഈസ് ഈക്വൽ ടു മൈനസ് a2 cos ω2 t പ്ലസ് 5 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ a2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദ ടു മാസസ് ഓസിലേറ്റ് ടുഗെദർ ഇൻ ഫേസ് വിത്ത് ഫ്രീക്വൻസി ω1. ആ കേസിൽ എന്താ, രണ്ട് മാസസ് ഓസിലേറ്റ് ചെയ്യുന്നത് ഒരുമിച്ചാണെന്നുള്ളത്. അതായത് ഇൻ ഫേസിൽ ഫ്രീക്വൻസി ω1 ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി a1 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ദ ടു മാസസ് ഓസിലേറ്റ് വിത്ത് ഫ്രീക്വൻസി ω2 ഓപ്പോസിറ്റ് ഈച്ച് അതർ, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ഫേസ് ബൈ പൈ റേഡിയൻ. അതായത് നമുക്ക് കാണാം അല്ലേ, ഇക്വേഷൻസ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് a1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസിൽ ഇക്വേഷൻ എന്താണ്? a2 cos ω t പ്ലസ് 5 അതേപോലെ മൈനസ് a2 cos ω2 t പ്ലസ് 5 എന്നാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസിൽ എന്താണ്? പൈ റേഡിയനിൽ ഔട്ട് ഓഫ് ഫേസിലാണ് എന്ത് ഓസിലേഷൻസ് ഉള്ളത്. ഫ്രീക്വൻസി ω2 അതേപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ദ ടു സച്ച് മോഡ്സ് ഓഫ് ഓസിലേഷൻ ഇൻവോൾവിങ് ഇൻ എ സിംഗിൾ ഫ്രീക്വൻസി ആർ കോൾഡ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സിസ്റ്റം. ഇങ്ങനെ രണ്ട് മോഡിൽ ടു സച്ച് മോഡ്സ് ഓഫ് ഓസിലേഷൻ ഇൻവോൾവിങ് എ സിംഗിൾ ഫ്രീക്വൻസി ആർ കോൾഡ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സിസ്റ്റം. അതായത് ഒരു സിംഗിൾ ഫ്രീക്വൻസിയിൽ ടു ടൈപ്പ് മോഡ് ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള രണ്ട് എന്താ പറയുക നോർമൽ മോഡിൽ നമ്മളെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ കോർഡിനേറ്റ്സും അതേപോലെ x1 x2 ഒക്കെ ഓസിലേറ്റ് ചെയ്യുന്നത് സെയിം ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, x1 ആൻഡ് x2
ഓസിലേറ്റ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇക്വേഷൻ 18 ആൻഡ് 19 നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ 18 ആൻഡ് 19 എന്ന് പറയുന്ന ഇക്വേഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയാൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഇക്വേഷൻ നമ്പർ എന്ന് പറയുന്നത് അതായത് ഞാൻ ഇക്വേഷൻ ഏതാണെന്നുള്ളത് വായിക്കാം. mx1 ഡബിൾ ഡോട്ട് പ്ലസ് kx1 പ്ലസ് k ഡാഷ് x1 മൈനസ് x2 ഹോൾസ് ഈസ് ഈക്വൽ ടു 0. അതേപോലെ mx2 ഡബിൾ ഡോട്ട് പ്ലസ് kx2 പ്ലസ് k ഡാഷ് ഇൻറ്റു x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഇക്വേഷനാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അതായത് നമ്മൾ എന്താ പറയുക, കപ്പിൾഡ് ഹാർമോണിക് ഓസിലേറ്റർ ചെയ്തിട്ട് നമുക്കവിടെ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷനിൽ നമ്മൾ എല്ലിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കപ്ലിംഗ് ഓസിലേറ്റർ, കപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കപ്പിൾഡ് ഓസിലേറ്ററിൻ്റെ കപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള രണ്ട് ഇക്വേഷൻസ്. ആ കപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് രണ്ട് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് k ഇൻറ്റു x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ആ ഒരു എമ്മിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് എം വെച്ച് എമ്മിനപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ. എമ്മിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും, രണ്ട് ഭാഗവും എമ്മിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് ω0 സ്ക്വയർ ഇൻറ്റു x1 പ്ലസ് x2 എന്ന് കിട്ടും. ω0 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, k/m ആണ്. അതുകൊണ്ടാണ് എന്ത് വന്നത്, അവിടെ ω0 സ്ക്വയർ എന്ന് വന്നത്. അപ്പോൾ k/m എന്നാവുമല്ലോ. അപ്പോൾ എമ്മിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 33 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ അവിടെ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്ട്രാക്ട് ചെയ്യുന്നു. സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നേരത്തെ എത്തതുപോലെ തന്നെ x1 പ്ലസ് x2 എന്നുള്ളതിന് പകരം x1 മൈനസ് x2 എന്ന് കിട്ടും. അതേപോലെ k പ്ലസ് 2k ഡാഷ് എന്നാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും m ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു x1 മൈനസ് x2 പ്ലസ് k പ്ലസ് 2k ഡാഷ് ഇൻറ്റു x1 മൈനസ് x2 എന്ന് കിട്ടും. അപ്പം നമ്മൾ ഇതും നേരത്തെ പോലെ എന്ത് ചെയ്യുക, ഒമേഗനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് എം കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു x1 മൈനസ് x2 പ്ലസ് ω0, k/m ω0 അല്ലേ. അപ്പോൾ ω0 സ്ക്വയർ പ്ലസ് k ഡാഷ് ബൈ എം എന്ന് പറയുന്നത് ω c ആണ്. 2ωc സ്ക്വയർ ഇൻറ്റു x1 മൈനസ് x2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ ω c സ്ക്വയർ എന്ന് പറയുന്നത് k ഡാഷ് ബൈ എം ആണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് കോർഡിനേറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആ കോർഡിനേറ്റ്സ് ആണ് x1, ക്യാപിറ്റൽ x1 വിച്ച് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2. അതേപോലെ ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത് x1 മൈനസ് x2 ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ ഇക്വേഷൻ 33 ആൻഡ് 34 ഏത് ഫോമിലേക്ക് മാറും, അതായത് x1 പ്ലസ് x2ന് x1ഉം x1 മൈനസ് x2ന് x2 ഡിവൈഡ് ബൈ 2ന് x2 എന്നും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായി മാറും, ഡി സ്ക്വയർ x1 ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ω1 സ്ക്വയർ ഇൻറ്റു x1 ഇസ് ഈക്വൽ ടു 0. പിന്നെ നെക്സ്റ്റ് ഇക്വേഷൻ ഡി സ്ക്വയർ x2 ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ω2 സ്ക്വയർ x2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രണ്ട് അൺകപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഒരു കപ്പിൾഡ് സിസ്റ്റത്തിൻ്റെ മോഷനെ നമുക്ക്
ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അൺകപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഈ രണ്ട് അൺകപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കപ്പിൾഡ് സിസ്റ്റത്തിൻ്റെ മോഷനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ രണ്ട്, ഈച്ച് ഓഫ് വിച്ച് ഡിസ്ക്രൈബ്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് സിംഗിൾ ഫ്രീക്വൻസി ω1 or ω2 in terms of a single coordinate x1 or x2. അപ്പോൾ ഇതെന്താ ശരിക്കും? ഇത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്, സിംഗിൾ ഫ്രീക്വൻസിയിലുള്ള സിമ്പിൾ ഹാർമോണിക് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷനാണ്. ആ ഫ്രീക്വൻസി ω1 ആവാം, ω2 ആവാം. അതേപോലെ എന്തിൻ്റെ ടേമിൽ, അതായത് ഒരു സിംഗിൾ കോർഡിനേറ്റ് x1 അല്ലെങ്കിൽ x2, അതിൻ്റെ ഇതിൽ ആവുന്ന ഒരു എന്താ പറയുക സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക? x1, ക്യാപിറ്റൽ x1 ഈസ് ഈക്വൽ ടു a1 cos ω1t പ്ലസ് φ1, അതേപോലെ x2 ഈസ് ഈക്വൽ ടു a2 cos ω2t പ്ലസ് φ2 എന്നായിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ ദീസ് ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ obtained after decoupling the coupled equations are called normal modes or simply modes. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? കപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീകപ്പിൾ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതായത് ഇവിടെ നമുക്ക് രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻസാണ് നമ്മൾ കിട്ടിയത്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് കപ്പിൾഡ് ഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് കപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്തു? ഡീകപ്പിൾ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? നോർമൽ മോഡ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിംപ്ലി മോഡ്സ് നമുക്ക് വിളിക്കാം. അപ്പോൾ ഈച്ച് മോഡ് ഓഫ് വൈബ്രേഷൻ ഹാസ് ഇറ്റ്സ് നോർമൽ ഫ്രീക്വൻസി. അപ്പോൾ ω1 ω2 എന്ന് പറയുന്നത് അതിൻ്റെ നോർമൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഓരോ മോഡ് ഓഫ് വൈബ്രേഷനും ഒരു നോർമൽ ഫ്രീക്വൻസി ഉണ്ടാവും. പിന്നെ അതുപോലെ അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക ഒരു കോർഡിനേറ്റ് വെച്ചിട്ടാണ്. അതാണ് x1 x2, അതിന് നമുക്ക് നോർമൽ കോർഡിനേറ്റ് എന്ന് വിളിക്കാം. പിന്നെ അതുപോലെ ആംപ്ലിറ്റ്യൂഡ്, അതേപോലെ ഫേസ് കോൺസ്റ്റൻറ്റ് ഫോർ മോഡ് 1 എന്ന് പറയുന്നത് a1 അതേപോലെ φ1 ആണ്. മോഡ് 2 ആണെങ്കിൽ a2 φ2 ആണ്. അപ്പോൾ ദ ജനറൽ മോഷൻ ഓഫ് ദ ഓസിലേറ്റിംഗ് സിസ്റ്റം ഈസ് എക്സ്പ്രസ്ഡ് ബൈ കോർഡിനേറ്റ് x1 ആൻഡ് x2. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ x1 പ്ലസ് ക്യാപിറ്റൽ x2. അതേപോലെ x2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ x1 മൈനസ് ക്യാപിറ്റൽ x2 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് എന്തായി മാറി? 37A-യും 37B-യും നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? x1 ഈസ് ഈക്വൽ ടു a1 cos ω1t പ്ലസ് φ1 പ്ലസ് a2 cos ω2t പ്ലസ് φ2 എന്ന് എഴുതാം. അതേപോലെ x2 ഈസ് ഈക്വൽ ടു a1 cos ω1t പ്ലസ് φ1 മൈനസ് a2 cos ω2t പ്ലസ് φ2. ഈ ഇക്വേഷൻസിന് നമുക്ക് എന്ത് വിളിക്കാം? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, we find that the displacement of any mass is a linear combination or superposition of two modes x1 and x2 oscillating simultaneously. അപ്പോൾ ലീനിയർ കോമ്പിനേഷനോ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷനോ, രണ്ട് മോഡിൻ്റെയും സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ആണെന്നുള്ളത് പറയാം, ഒരുമിച്ച് ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മോഡിലാണെങ്കിൽ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റിലുള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നില്ലേ, അതിൽ എന്താണ് നമ്മൾ പറഞ്ഞു a1 a2 0 ആക്കി എടുക്കുന്ന കേസസ്, അതായത് ഒരു കേസിൽ a1 0, ഒരു കേസിൽ a2 0 അല്ലേ. അപ്പോൾ ഒരു എന്താ പറയുക മോഡിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ആ രണ്ട് കേസസിലും നമ്മൾ എന്താണ് ഈ ഓരോരോ മാസം എക്സിക്യൂട്ട് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. പിന്നെ ബാക്കിയുള്ള അതായത് ഈ നമ്മളെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 39B എന്ന് പറയുന്ന ആ രണ്ട് ഇക്വേഷൻസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ മോഡ് ഫ്രീക്വൻസീസ് രണ്ടും എന്താണ്, അതായത് നമ്മളെ മാസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മാസ്, അതായത് ഈ ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മോഡ് ഫ്രീക്വൻസീസിന് രണ്ട് മോഡ് ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയാകുമ്പോൾ ആ ഒരു മോഷൻ എന്ത് ചെയ്യില്ല, ഒരുപാട് സമയമൊന്നും സിമ്പിൾ ഹാർമോണിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അത് മോഷൻ ഈസ് നോ ലോങ്ങർ സിമ്പിൾ ഹാർമോണിക്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നെക്സ്റ്റ് ആൻറ്റി സിമെട്രിക് ആൻഡ് സിമെട്രിക് മോഡ്സ് ആണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ് പറയാം. ഓക്കെ, താങ്ക് യു.